ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറി. അതേസമയം ഗാസയിലെ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രി രാജിവെച്ചു. ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശില്പ, ലോകം ഒന്നാകെ കാത്തിരുന്ന തീരുമാനമെത്തിയിരിക്കുന്നു. ഗാസയിൽ അങ്ങനെ സമാധാനം പുലരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, ഗാസയിൽ സമാധാനം പുലരുന്നതിന്റെ ആദ്യ നിർണായകമായ ചുവടുവയ്പ്പിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വമായിരുന്നു ഇതുവരെയും നിലനിന്നിരുന്നത്. അതായത് ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലിലെ 3 ബന്ദികളെ, 3 വനിതാ തടവുകാരെ വിട്ടയക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇവരുടെ വിവരങ്ങൾ, ഇവരുടെ വിശദാംശങ്ങൾ, ഇവരുടെ പേരുകളൊന്നും ഹമാസ് വെളിപ്പെടുത്തിയില്ല എന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ ഈ ഒരു വെടിനിർത്തൽ കരാർ ഇത്രയും നേരം വൈകിപ്പിച്ചുകൊണ്ട്. നമുക്കറിയാം, രാവിലെ 8:30 പ്രാദേശിക സമയം 8:30 ഈ ഒരു ബന്ദി കൈമാറ്റം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിപ്പോൾ ഏതാണ്ട് 3.5 മണിക്കൂറോളം പിന്നിട്ടിട്ടും അത് നടക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഹമാസ് ബന്ദികളുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇതൊരു നിർണായക ചുവടുവയ്പ് തന്നെയാണ്. കാരണം ഗാസയിൽ സമാധാനം പുലരുന്നതിന് മുമ്പുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിത്. കാരണം ഈ ബന്ദികളുടെ കൈമാറ്റമാണ് ഈ വെടിനിർത്തൽ കരാറെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. വെടിനിർത്തൽ കരാറിന് ഈ ബന്ദികളെ കൈമാറിയതിനു ശേഷമായിരിക്കും ഈ വെടിനിർത്തൽ കരാറിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമാവുക. അതുകൊണ്ട് തന്നെ ഈ 3 ബന്ദികളെയാണ് ഇപ്പോൾ ഈ ഹമാസ് കൈമാറാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇവരുടെ പേരും വിശദാംശങ്ങളും ഈ ഹമാസ് പുറത്തു വിട്ടതോടുകൂടി ഇസ്രായേൽ ഈ വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഗസയിൽ സമാധാനം പുലരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതോടൊപ്പം തന്നെ സുപ്രധാനമായും മറ്റൊന്ന്, ഈ ഇസ്രായേലിന്റെ സുരക്ഷാകാര്യ മന്ത്രി ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ആദ്യ ഘട്ടം മുതൽ തന്നെ ഈ വെടിനിർത്തൽ കരാറിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഇസ്രായേൽ സുരക്ഷാകാര്യ മന്ത്രി. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാറിൽ ഒരു തരത്തിലും യോജിക്കുന്നില്ല, വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പലതവണ അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൽ നിന്ന് ഈ ഇസ്രായേൽ സുരക്ഷാകാര്യ മന്ത്രി രാജിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ ബന്ദികളാക്കിയിട്ടുള്ള 100ഓളം പേരെ ഹമാസിന്റെ 100ഓളം പേരെ വിട്ടയക്കുമെന്നും ഇസ്രായേൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ലോക ജനത ആകെ ആശങ്കയോടെ നോക്കിക്കണ്ട വാർത്തകളൊക്കെയായിരുന്നു ഗാസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 50,000-ഓളം ആളുകളെയാണ് ഇസ്രായേൽ അവരുടെ നരഹത്യയിലൂടെ അവിടെ കൊന്നൊടുക്കിയത്. നിരവധി ആളുകൾ, കുഞ്ഞുങ്ങൾ, നവജാത ശിശുക്കൾ, അതോടൊപ്പം തന്നെ ഗർഭിണികൾ, അങ്ങനെ അവിടെ ദിനം പ്രതി മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ ഗാസയിൽ വലിയ തോതിലുള്ളൊരു ഡ്രോൺ ആക്രമണം നടത്തി. ഈ ഒരു ആക്രമണത്തിൽ നിലവിൽ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 20ഓളം പേർക്ക് പരിക്കേറ്റതായും അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് പോലും ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വലിയ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്ന സമീപനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. തുടർന്ന് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമോ, അതിലെന്തെങ്കിലും അനിശ്ചിതത്വം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെയും വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സംബന്ധിച്ചിരുന്നു അവശ്യ വസ്തുക്കളുമായുള്ള ഭക്ഷണ വസ്തുക്കൾ അടക്കമുള്ള ട്രക്കുകൾ ഗാസയിലേക്ക് കൂടുതൽ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതൊക്കെ ഈജിപ്തിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവയൊക്കെ ഗാസയിലേക്ക് ഇനി ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടുകൂടി എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നമുക്കറിയാം, ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെ നിരവധി, അവിടെ കൊടും തണുപ്പാണ്. അങ്ങനെ വലിയ ആശങ്കാജനകമായ സാഹചര്യമാണ് ഗാസയിൽ ഇപ്പോൾ ഉള്ളത്. പൊളിഞ്ഞ ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വരുന്ന ആളുകളുടെ കാര്യമൊക്കെ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു സന്തോഷകരമായ വാർത്തയാണ് ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചു, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ. എന്നാലും അവിടുത്തെ ആശങ്ക ഒഴിയുന്നില്ല. ഇത് എത്ര ദിവസത്തേക്കായിരിക്കും ഈ ബന്ദി കൈമാറ്റം അടക്കം എന്ന് പ്രാദേശിക സമയം 4 മണിയോടുകൂടി ബന്ദികളെ കൈമാറുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നതെങ്കിലും ഹമാസ് അറിയിച്ചിരിക്കുന്നതെങ്കിലും
ഈ ഇസ്രായേലിന്റെ ഏത് പോയിന്റിൽ വെച്ചാണ് ഇത്തരത്തിൽ ബന്ദി കൈമാറ്റം അടക്കം നടത്തുക, എങ്ങനെയാണ് കൈമാറുന്നത്, അതിന്റെ സമയം, ഇതൊന്നും ഇതുവരെയും അവർ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നീണ്ടുപോകാനുള്ള, ബന്ദി കൈമാറ്റം അടക്കം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് വരും മണിക്കൂറുകളിലായിരിക്കാം അതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ പുറത്തു വരിക.